ബഹുമാനപ്പെട്ട അദീ ഇബ്നു ഹാത്തിമിന് സഹാബി എന്ന് പറയുന്ന മഹാനായ അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന സഹാബിയുടെ ഖബറുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മീസാനിൽ എഴുതി വെച്ച താരീഖ് ഇപ്പോൾ അതാ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അദീ ഇബ്നു ഹാത്തിം എന്ന് പറയുന്ന സഹാബിയെ തൊട്ട് 60-ൽ പരം ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കേരളത്തിന്റെ മണ്ണ് സഹാബാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും മഹാരഥന്മാരെ കൊണ്ടും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഈ മണ്ണിനെ ആദരിക്കുന്ന കാലത്ത് നമുക്കിവിടെ ആദരവുണ്ടാവും. ഈ ഭൂമിന്റെ അടി കിടക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, വലിയ വലിയ ആളുകൾ, അവർക്ക് വലുപ്പം കൊടുത്താൽ നമുക്കിവിടെ വലുതായിട്ട് ജീവിക്കാം. അവരകന്യകോടിയിലേക്ക് തള്ളിയാൽ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുന്ന നായ പട്ടിന്റെ സ്ഥാനം നിനക്ക് ഈ ലോകത്തില്ല മോനെ, നിനക്ക് ഈ ലോകത്തില്ല. ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം അതാ. എവിടെയും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം. എണ്ണമില്ലായ്മയാണോ നമുക്ക്? പണമില്ലായ്മയാണോ നമുക്ക്? വിദ്യാഭ്യാസമില്ലായ്മയാണോ ആധുനിക ലോകത്ത് നമുക്ക്? എന്നാ നിങ്ങൾ ആലോചിക്കണം. ആ പരിശുദ്ധമായ ദീനിന്റെ പാന്താവുമായിട്ട് ഈ കേരള മണ്ണിലേക്ക് കടന്നു വന്ന ആദ്യകാല മുസ്ലിങ്ങൾ, അവരുടെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ അവരുടെ അവസ്ഥ നോക്കണം. അവരിങ്ങോട്ട് കടന്നു വന്നപ്പോൾ കേരളത്തിന്റെ പൊതു സ്വഭാവം എന്താ? 100 ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്ന ഒരു തലമുറ, 100 ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്ന ഒരു തലമുറ. ആ തലമുറയിലേക്കാണ് കടന്നു വരുന്നത് മുസ്ലിമീങ്ങൾ. അവരിങ്ങോട്ട് കടന്നു വന്നപ്പോൾ അവര് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. യഥാർത്ഥമായ വിധേയത്വം, ആരാധന പ്രകടിപ്പിക്കാൻ അർഹതപ്പെട്ട അല്ലാഹു ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്നിലധികം ഇലാഹില്ല. മാത്രമല്ല കഅബാലയത്തിൽ 360-ൽ പരം ബിംബങ്ങളെ വെച്ച് പൂജിക്കുന്ന ആ കാലഘട്ടത്തിൽ മക്കം ഫതഹോടുകൂടി അതൊക്കെ എടുത്തു മാറ്റപ്പെട്ടു. ആ എടുത്തു മാറ്റപ്പെട്ട സമുദായത്തിന്റെ പിൻതലമുറ ഇവിടെ വരുമ്പോൾ ആയിരക്കണക്കിന് ആരാധന, ബിംബാരാധന നടക്കുന്ന ഈ തലമുറയിലേക്ക് വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഉറക്കെ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ അല്ലേ മോനെ കുഴപ്പമുണ്ടാകേണ്ടത്? വർഗീയ ലഹളയും ഒറ്റപ്പാടും ഉണ്ടാകേണ്ടത് എവിടെ? അവിടെ അല്ലേ ഉണ്ടാകേണ്ടത്? അവരൊന്ന് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാനല്ലേ ഈ വന്നോനുള്ളൂ? ഈ വന്നോന് ഇവിടെ മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാനല്ലേ ഉള്ളൂ? ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ? മാത്രമല്ല അവിടെ ഒന്നില്ല. അവര് കിഴക്കോട്ട് തിരിഞ്ഞ് പൂജ നടത്തുമ്പോൾ ഈ വന്നോർക്ക് പടിഞ്ഞാട്ട് തന്നെ പറ്റൂ. എന്തൊരു വൈരാഗ്യോ, എന്തൊരു വൈരുദ്ധ്യാണത്! മാത്രല്ല അവർ ഒരു ഭാഗത്തേക്ക് തുണി കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് മറുഭാഗത്തേക്കേ ഇവർ കൊടുത്തോളൂ. ഇസ്ലാമിന്റെ മക്കൾ ആലോചിക്കണം. ഈ തലമുറയോട് എണ്ണത്തിലും വണ്ണത്തിലും ചുരുങ്ങി വന്ന ഈ സമൂഹത്തോട് അവരവരുടെ ദീനിയായ ആവേശത്തോടുകൂടി ആരെയും എതിർക്കൽ അവരെ ലക്ഷ്യമല്ല, ആരെയും എതിർക്കൽ അവരെ ലക്ഷ്യമല്ല. അവർ ഹൃദയത്തിന്റെ ഈമാനിയായ ചൈതന്യം കൊണ്ട് അവരെ ദീനീ ചട്ടക്കൂട്ടിൽ അവരെ ജീവിച്ചപ്പോൾ അവരെ തീവ്രവാദികളാക്കാനോ, കൊള്ളരുതാത്തവരാക്കാനോ, വർഗീയവാദികളാക്കാനോ ഈ ലോകത്ത് ആരെങ്കിലും വളർന്നോ? ആരെങ്കിലും വളർന്നു? നാം എന്തിന് ഇന്നലെ മറക്കണം? ഇന്നലത്തെ തലമുറനെ നാം എന്തിനു മറക്കണം? അങ്ങനെ നമ്മൾ മറന്നിട്ട് ഇന്ന് വല്ലതും ഈ സമൂഹം നേടുന്നുണ്ടോ? ഓരോ മണിക്കൂറല്ല സെക്കൻഡ് കഴിയുന്തോറും അവഗണനയുടെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു ഇസ്ലാമിന്റെ മക്കൾ എവിടെയും. ഇതിന് മാത്രം നമ്മൾ എന്തേ പഴിച്ചത്? അന്ന് നമ്മൾ എന്തേ നേടിയത്? ഇപ്പം നമുക്ക് എന്തേ തകർന്നത് എന്ന കാര്യം നാം ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം.